ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ കേരള സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് ആർത്തവാവധി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒപ്പം ഒരുപാട് പഴയ ഓർമ്മകളും മനസ്സിലേക്ക് കടന്നു വന്നു. അത് വിശദമായിട്ട് പറയാട്ടോ. നിങ്ങൾക്ക് ആദ്യമായി പീരിയഡ്സ് വന്നപ്പോൾ നിങ്ങളുടെ അമ്മമ്മ പായസം വെച്ച് തന്നിട്ടുണ്ടോ? അതെന്ത് പായസമായിരുന്നു? പിന്നെ പഴയ കാലത്ത് ആർത്തവത്തിൻ്റെ സമയത്ത് നമ്മുടെ അമ്മമാരെ മാറ്റി നിർത്തുമായിരുന്നു, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുമായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ആദ്യമായി പീരിയഡ്സ് വന്നപ്പം എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെ കാണിക്കുവാണേ. അതിനാദ്യം കുറച്ച് ഉണക്കലരി എടുക്കണം. ഈ ഉണക്കലരി പണ്ടത്തെ കാലത്ത് അവർ തന്നെ നെല്ല് ഉണക്കി ഉരലിൽ കൊത്തിയിട്ട് മുറം കൊണ്ട് പാറ്റി അങ്ങനെയാണ് എടുക്കാറ്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പിൽ വെച്ച വെള്ളം ചൂടാകുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ട് വേവിക്കുക. തമിഴ്നാട്ടിൽ ഇത് വലിയ ഫംഗ്ഷനാണ് കേട്ടോ. തിരണ്ടി കല്യാണം, ഹാഫ് സാരി ഫംഗ്ഷൻ, ഇങ്ങനെ നീളുന്ന ചടങ്ങുകളാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ചടങ്ങ് 2-3 വർഷം മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലിൽ ഒരാഴ്ച നീണ്ടു നടക്കുന്ന ഒരു ഉത്സവം പോലെയായിരുന്നു ആ ചടങ്ങ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും പിന്നെ തലശ്ശേരി ഭാഗത്തൊക്കെ ആഘോഷിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പതുക്കെ ഒരു ട്രെൻഡ് ആകുന്നുണ്ട് എന്നും ഞാൻ അറിഞ്ഞു. പിന്നെ ഈ അവധി ഇത് തന്നെയല്ലേ നമ്മുടെ പഴമക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പണ്ടത്തെ തറവാടുകളിൽ സ്ത്രീകൾക്ക് എന്നും ജോലിയാണ്. അവർ വെറുതെ ഇരിക്കുന്നത് നമുക്ക് കാണാനേ പറ്റില്ല. വീട്ടുജോലി, പറമ്പിലെ പണി, പശു വളർത്തൽ, കൃഷി, അങ്ങനെ അവരാകെ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത് ആ 3 ദിവസങ്ങളിൽ മാത്രമായിരുന്നു. അന്ന് ആ റെസ്റ്റ് അവർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. സ്ത്രീകൾ ആ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ശാരീരിക വേദനകൾ, മാനസിക സംഘർഷങ്ങൾ, ഈ മൂഡ് സ്വിങ്സ്, ശരിക്കും സമൂഹം ചെയ്യേണ്ടത് അവളെ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് വിശ്രമിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കാരണം ഒരേ വിഷയങ്ങളിൽ തന്നെ ആ സമയങ്ങൾ അവൾ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കുക. അത് എനിക്ക് പല ആൾക്കാരുടെയും അനുഭവങ്ങളിൽ നിന്നും, എൻ്റെ അടക്കം അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ അവളെ വല്ലാതെ അലോസരപ്പെടുത്തും, അവൾ പൊട്ടിത്തെറിക്കും. പക്ഷേ ഇതേ വിഷയങ്ങൾ ഈ സമയങ്ങളിലല്ലാതെ മറ്റൊരു സമയത്താണ് വരുന്നതെങ്കിൽ അവൾ വളരെ മിതത്വത്തോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യും. ഇതൊക്കെ കൊണ്ടാണെന്നേ നമ്മുടെ പഴമക്കാർ ഇതൊരാചാരമാക്കിയത്. നിയമം എന്നുള്ളതിൻ്റെ പഴയൊരു വേർഷനല്ലേ ഈ ആചാരങ്ങൾ. നിലനിന്നൊരു ആചാരത്തെ പുരോഗമനം പറഞ്ഞ് നിർത്തലാക്കി അതിപ്പോൾ ഗവൺമെൻറ് വീണ്ടും കൊണ്ടുവന്നപ്പോൾ അത് വീണ്ടും പുരോഗമനമായി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? സ്ത്രീകളെക്കാൾ ഉപരി 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പോഴും ഗവൺമെൻറ് കമ്പൽസറി ആക്കിയിട്ടില്ല. അപ്പോൾ പല കുട്ടികളും സ്കൂൾ ലീവാകുമെന്നോർത്തിട്ട് പിന്നെയും സ്കൂളിൽ പോകും. ഇത് കണ്ട് മറ്റുള്ളവരും പോയി തുടങ്ങും. ഇങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് നമ്മുടെ പഴമക്കാർ ഇത്രയും സ്ട്രിക്റ്റായിട്ട് അത്തരം ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചത്. എന്തും സ്ട്രിക്റ്റ് ആക്കിയാലേ അതനുസരിക്കൂ എന്നുള്ളൊരു പ്രവണത സമൂഹത്തിനുണ്ടല്ലോ. എന്ന് വെച്ച് പഴമക്കാർ പറയുന്നത് എല്ലാം ശരിയാണെന്നും ഞാൻ പറയുന്നില്ല. ഈ സദ്യയൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുമല്ല, നമ്മുടെ കേരളത്തിൽ സദ്യയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള അനാചാരങ്ങളും മറ്റ് വേർതിരിവുകളും അതൊന്നും ഞാൻ അംഗീകരിക്കില്ല. പക്ഷേ നമ്മുടെ പഴമക്കാർ പറഞ്ഞിരുന്ന പലതും ശരിയാണെന്നാണ് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3/4 വേവായ അരിയിലേക്ക് പഴവും ശർക്കരയും ചേർത്ത ശേഷം ഉപ്പിട്ട് തിരുമ്മിയ തേങ്ങ കൂടി ചേർക്കുകയാണ്. അതുപോലെ പല സ്ത്രീകളും സെലിബ്രിറ്റികളടക്കം ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ട് ഒരുപാട് വേദന സഹിച്ചിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു, കരഞ്ഞു എന്നൊക്കെ. എന്തിനാണിതൊക്കെ? ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ നമ്മൾ സമരം ചെയ്ത് ഇല്ലാതാക്കി ഇപ്പം നമ്മൾ കരയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് പറയുമ്പോൾ നമ്മുടെ മാറുമറക്കൽ സമരത്തിനെ കുറിച്ചുകൂടി എനിക്ക് ഓർമ്മ വരുവാണ്. അതിനെപ്പറ്റി ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടിലേ ഒരു തെക്കിനി അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മ ഭയങ്കര തമാശക്കാരിയാണ്. അപ്പോൾ ആ അമ്മമ്മ പറഞ്ഞു തന്നെ പണ്ടത്തെ കഥയാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു തന്നൊരു കഥയാണ്. അതായത് ഈ അമ്മമ്മമാരൊന്നും ബ്ലൗസൊന്നും ഇടാറില്ല കേട്ടോ. അവർ ചെറിയൊരു മേൽമുണ്ട് ചില സമയത്ത് പുതക്കും, ചില സമയത്ത് അത് പുതക്കില്ല. അപ്പോൾ ചെറുപ്പത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അത്രേ. അപ്പോഴാണ് ഈ മാറുമറക്കൽ നിയമ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ പിന്നെ ഇവരുടെ 5 സഹോദരിമാരുടെ ഒരു ആങ്ങള പറഞ്ഞു അത്രേ, ഇനി മുതൽ ഇവർ വയലിൽ ചെറിയ കുട്ടികളാകുമ്പോഴേ ഇവർ വയലിൽ പണിയെടുക്കാൻ പോകും. അപ്പോൾ ഇവരോട് പറഞ്ഞു അത്രേ, ഇനി മുതൽ ബ്ലൗസ് ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ബ്ലൗസ് വാങ്ങിക്കൊടുത്തു. ഇവർക്കാണെങ്കിലും ബ്ലൗസ് ഇട്ടിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയെന്നു. പക്ഷെ മനസ്സോടുകൂടി ആങ്ങളെ പേടിച്ചിട്ട് ഇവരെല്ലാവരും ബ്ലൗസ് ഇട്ടിട്ട് പോയിട്ട് വയലിൽ പണിയെടുക്കാൻ തുടങ്ങിയെന്ന്. അപ്പോഴത്തേക്കും ഇവർക്കാണെങ്കിൽ പണിയെടുക്കാനും പറ്റുന്നില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. അങ്ങനെ ഇവർ ആ ബ്ലൗസൊക്കെ ഊരിയിട്ട് ആ വരമ്പത്ത് വെക്കുന്നു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ബ്ലൗസ് ഇട്ടിട്ട്, ഇല്ലെങ്കിൽ പിന്നെ ആങ്ങളെ വീട്ടിൽ കയറ്റില്ലല്ലോ, അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.
ഇതൊക്കെ ഞങ്ങളൊക്കെ വാ പൊത്തി ചിരിച്ചുകൊണ്ടാണ് കേട്ടോണ്ടിരുന്നത്. ആക്ച്വലി ബ്രിട്ടീഷേഴ്സാണ് ബ്ലൗസില്ലാതെ നടക്കുന്നത് അൺസിവിലൈസ്ഡ് ആൾക്കാരാണ് എന്ന ധാരണ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. അതിനെ ചുവട് പിടിച്ച് നമ്മുടെ മാറുമറക്കൽ സമരം തുടങ്ങി. എന്നിട്ട് ഇപ്പം നടക്കുന്ന സമരം എന്താ? നേരെ തിരിച്ചു അല്ലേ? ഓരോരുത്തർക്കും അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇടാനുള്ള അവകാശമാണ് വേണ്ടതല്ലേ? എനിക്ക് സ്ലീവുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറ്. അത് ഞാൻ ശീലിച്ചു വന്നിട്ടുള്ള ശീലം കൊണ്ടുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ അങ്ങനെയല്ലാത്തവർക്ക് അതുപോലെ ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണമല്ലേ? പക്ഷേ ഒറ്റക്കാര്യം, നിലവിലുള്ള സമ്പ്രദായത്തിന് എതിരെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും എന്ന കാരണം കൊണ്ട് മാത്രം പലരും അതിനെ എതിർത്തു പോകുന്നുണ്ട്. അത് പുരോഗമനമോ കംഫർട്ട് സോണോ ഒന്നുമല്ല. നേരായ വഴികളിലൂടെ അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന വഴികളിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ ഇടുമ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ മാത്രം വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില വഴികളാണ് അതൊക്കെ. എന്തായാലും നമ്മളിപ്പോൾ പിന്നോട്ട് നടക്കുകയാണ്. ഓരോ ചുവടിലും പഴമക്കാരുടെ വിശ്വാസങ്ങളിലേക്ക്, അവരുടെ രീതികളിലേക്ക് നമ്മൾ ഓടിക്കയറുകയാണ് അല്ലേ? അങ്ങനെ പഴമക്കാരുടെ കാര്യം പറഞ്ഞ് നമ്മുടെ പായസം തയ്യാറായി. അതിനിടയ്ക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, ഒരു ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്, ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ വരട്ടണം കേട്ടോ. അതിലാണ് ആ പായസത്തിൻ്റെ രുചി വരുന്നത്. അങ്ങനെ പായസം റെഡിയായി കഴിഞ്ഞാൽ അതേ കല്ലിൻ്റെ അതേ നിറമുള്ള പായസമായിരിക്കും. കല്ല് ഏതാണ് പായസം ഏതാണെന്ന് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പാടുപെടും. ആ പഴവും തേങ്ങയും പിന്നെ ശർക്കരയും അതൊക്കെ ചേർന്ന് ശരിക്കും ചെത്തുകല്ലിൻ്റെ അതേ ഒരു ഡിസൈനാണ്. ഞാനന്ന് കല്ലിൻ്റെ നിറമുള്ള പായസം എന്നാണ് ഈ പായസത്തെ വിളിച്ചിരുന്നത്. ആ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുമെങ്കിൽ ആ ഹൈപ്പ് ഓപ്ഷനും കൂടി ഒന്ന് ഓപ്റ്റ് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ.